ഈഴവ സമൂഹത്തെ ഇടത് വലത് മുന്നണികൾ അവഗണിക്കുന്നുവെന്ന് BDJS സംസ്ഥാന സെക്രട്ടറി ബാബു പുതുപ്പാറ. സംഘടിത മതന്യൂനപക്ഷങ്ങളെയും ജാതി സമൂഹങ്ങളെയും മാത്രമാണ് UDF പരിഗണിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരു മുന്നണികൾക്കും വലിയ തിരിച്ചടിയുണ്ടാകുമെന്നും ബാബു പുതുപ്പാറ പ്രതികരിച്ചു. സംഘടിത മതന്യൂനപക്ഷങ്ങളെയും സംഘടിത ജാതി സമൂഹങ്ങളെയും പരിഗണിച്ച് അവരെ അധികാരത്തിൽ കൊണ്ടുവരിക, ജനപ്രതിനിധികളാക്കുക എന്ന ഒരു സമീപനമാണ് ഈ അടുത്ത കഴിഞ്ഞ കുറെ തെരഞ്ഞെടുപ്പുകളിലായി കോൺഗ്രസ് പാർട്ടി UDFന്റെ ഭാഗമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീയ സമുദായത്തെ അവഗണിച്ചുകൊണ്ടാണ് UDFും അതുപോലെ തന്നെ LDFും മുന്നോട്ട് പോകുന്നത് എങ്കിൽ SNDP യോഗത്തിന്റെ സംഘടനാ സംവിധാനത്തിന് മറിച്ചൊരു ചിന്ത നടത്തേണ്ടി വരും എന്നുള്ളത് ഞങ്ങളുടെ ഫോറങ്ങളിൽ, ഞങ്ങളുടെ കമ്മിറ്റികളിലൊക്കെ ഉയർന്നു വന്നിട്ടുണ്ട്. ആത്മഹത്യാപരമായ സമീപനങ്ങൾ ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇരു മുന്നണികളും സ്വീകരിക്കാതിരിക്കുന്നത് നല്ലതാണ്. അനഘ ഹർഷനുണ്ട് വിവരങ്ങളുമായി. അനഘ, SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹം അടുത്ത കാലത്ത് പല വേദികളിലും ഇക്കാര്യം തുറന്നു പറഞ്ഞിട്ടുള്ളതാണ്. അതായത് കേരളത്തിൽ ഈ സംഘടിത മതന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കുന്ന നയമാണ് കേരളത്തിൽ അധികാരത്തിലിരുന്ന സർക്കാരുകൾക്കുള്ളത്. പ്രത്യേകിച്ച് ഈഴവ സമൂഹത്തിനൊന്നും കാര്യമായി ഒന്നും നൽകാൻ ഈ സർക്കാരുകളൊന്നും തയ്യാറായില്ല എന്ന വിമർശനം അദ്ദേഹം പലപ്പോഴും നടത്തുന്നു. ഇപ്പോൾ BDJSന്റെ സംസ്ഥാന സെക്രട്ടറിയും അക്കാര്യം തന്നെയാണോ ഓർമ്മപ്പെടുത്തുന്നത്? തീർച്ചയായും ഗൗതം, മലബാർ മേഖലയിൽ പ്രത്യേകിച്ച് ഈഴവ സമൂഹത്തെ ഇടത് വലത് മുന്നണികൾ പൂർണ്ണമായും അവഗണിക്കുന്നു എന്നാണ് SNDP മലബാർ മേഖലയിലെ നേതൃത്വത്തിന്റെ പ്രതികരണം. പ്രത്യേകിച്ച് കോഴിക്കോട്, മലപ്പുറം, കാസർഗോഡ് ഈ ജില്ലകളിൽ സ്ഥാനാർത്ഥി നിർണയം ഏകദേശം സ്ഥാനാർത്ഥികളുടെയൊക്കെ തന്നെ രൂപരേഖ തയ്യാറാക്കി, പട്ടിക തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഒരിടത്തു പോലും കൃത്യമായി ഈഴവ സമൂഹത്തിന് ഒരു രീതിയിലുള്ള പ്രാധാന്യവും നൽകാൻ ഇടത് വലത് മുന്നണികൾ തയ്യാറാകുന്നില്ല എന്നാണ് SNDP നേതൃത്വം വ്യക്തമാക്കുന്നത്. മാത്രമല്ല സംഘടിത മതന്യൂനപക്ഷങ്ങളോടാണ് ഇവർക്ക് പ്രത്യേകം താല്പര്യമെന്നും അവരെ മാത്രമാണ് ഇത്തരത്തിൽ സീറ്റുകളിലേക്ക് പരിഗണിക്കുന്നത് എന്നുള്ളൊരു ആശങ്ക കൂടി ഈ SNDP യോഗം നേതൃത്വം പങ്കുവെക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് നേരത്തെ ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെ വെള്ളാപ്പള്ളി നടേശനടക്കം അത് പരസ്യമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞു കഴിഞ്ഞതാണ്. അത് തന്നെയാണ് ഇപ്പോൾ മലബാർ മേഖലയിൽ അത് രൂക്ഷമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ജില്ലയിലെ SNDP നേതൃത്വം രംഗത്ത് വന്നിരിക്കുന്നത്. BDJS സെക്രട്ടറി ആയിട്ടുള്ള ബാബു പുതുപ്പാറയാണ് ഈ കാര്യത്തിൽ ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇടത് വലത് മുന്നണികൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കുമെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി അദ്ദേഹം നടത്തുന്നുണ്ട്. അതായത് കേരള സമൂഹം ചർച്ച ചെയ്യേണ്ട, ചൂണ്ടിക്കാണിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇടത് വലത് മുന്നണികൾ സംഘടിത മതന്യൂനപക്ഷങ്ങൾക്ക് മാത്രമാണ് ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം പ്രാധാന്യം നൽകുന്നത്. ഈഴവ സമൂഹത്തെ അടക്കം മറ്റ് സമൂഹത്തെ പൂർണ്ണമായും അവഗണിക്കുന്ന നിലയിലേക്ക് സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കുമ്പോൾ UDFും അതുപോലെ LDFും പോകുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ കൃത്യമായൊരു നിലപാടുമായി തങ്ങൾക്ക് മുന്നോട്ട് പോകേണ്ടി വരും. ഇത്തരത്തിൽ വാട്സപ്പ് ഗ്രൂപ്പുകളിലും തങ്ങളുടേതായിട്ടുള്ള സംഘടനാ പ്രവർത്തന മേഖലകളിലൊക്കെ തന്നെ ഇത് കാര്യമായി തന്നെ ചർച്ച ചെയ്യും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് വലിയ രീതിയിൽ തിരിച്ചടിയാകും, പ്രതിഫലിക്കും എന്നുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ BDJS നേതാവ് കൂടിയായിട്ടുള്ള ബാബു പുതുപ്പാറ പറയുന്നത്. ഗൗതം. ഓക്കെ അനഘ, എന്തായാലും ഇപ്പോൾ BDJS ഇടത് വലത് മുന്നണികളെ രൂക്ഷമായി വിമർശിക്കുകയാണ്. ഈഴവ സമൂഹത്തിന് അവഗണന മാത്രമാണ് ഈ രണ്ട് മുന്നണികളുടെ ഭാഗത്ത് നിന്നും ഇതുവരെ കിട്ടിയത്. മാത്രമല്ല സംഘടിത ന്യൂനപക്ഷങ്ങൾക്ക് വാരിക്കോരി നൽകുന്ന സമീപനമാണ് കേരളത്തിൽ മാറി മാറി ഭരിച്ച സർക്കാരുകൾക്കുള്ളത് എന്ന വിമർശനവും BDJS നടത്തുന്നുണ്ട്. അനഘ ഹർഷനാണ് വിവരങ്ങളുമായി ചേർന്നത്.